അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ നീളും. ധനാനുമതി ബിൽ സെനറ്റിൽ വീണ്ടും പരാജയപ്പെട്ടു. സാമ്പത്തിക അടച്ചുപൂട്ടൽ 7ാം ദിവസത്തിലേക്കാണ്. 42-42 52 വോട്ടിനാണ് ബിൽ പരാജയപ്പെട്ടത്. 100-അംഗ സെനറ്റിൽ ബിൽ പാസ്സാകാൻ 60 വോട്ടുകളാണ് വേണ്ടത്. റിപ്പബ്ലിക്കൻ നേതാക്കളും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്കം ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. വീണ്ടും ചേരുകയാണ് മധു കൊട്ടാരക്കര. മധു, ഈ തർക്കം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ട്രംപ് പറയുന്നത് സർക്കാരിനെ ഒന്ന് റീഓപ്പൺ ചെയ്യാൻ, പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഡെമോക്രാറ്റുകളുമായി ചർച്ചയ്ക്ക് താൻ തയ്യാറാണ് എന്നാണ്. അതേസമയം തന്നെ ചക്ക് ഷൂമർ ഇത് നിഷേധിക്കുന്നുമുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ സെനറ്റിൽ 4 പ്രാവശ്യമാണ് ഈ ബജറ്റിന് വേണ്ടിയുള്ള ഈ പ്രപ്പോസൽ പരാജയപ്പെട്ടത്. നേരത്തെ റീജിത്ത് പറഞ്ഞ പോലെ 7ാം ദിനത്തിലേക്ക് ഗവൺമെന്റ് ഷട്ട്ഡൌൺ കടക്കുകയാണ്. ഇന്ന് സെനറ്റിൽ ഡെമോക്രാറ്റ്സും അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും 2 പ്രപ്പോസലുകൾ കൊണ്ടുവന്നു. ഇതിനെ തുടർന്ന് US സ്പീക്കർ മൈക്ക് ജോൺസണും ട്രംപുമായിട്ട് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്പീക്കറും ഡെമോക്രാറ്റുകളെയാണ് പഴിചാരുന്നത്. എന്നാൽ ഡെമോക്രാറ്റ്സ് തിരിച്ച് ട്രംപ് ഭരണകൂടത്തിനെയുമാണ് ശക്തമായിട്ട് വിമർശിക്കുന്നത്. കാരലിൻ ലെവിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂട്ടപ്പിരിച്ചുവിടൽ എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ഇപ്പോഴും വൈറ്റ് ഹൗസിന്റെ മേശപ്പുറത്തുണ്ട്. അതൊരു ഭീഷണി രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 12ഓളം എയർ ട്രാഫിക് കൺട്രോളിന് ഈ സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഈ വിമാനത്താവളങ്ങളെയും അതുപോലെ വിമാനങ്ങളുടെ ഡിലേയും വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് മറ്റ് മേഖലകളിലേക്കും ഇത് വ്യാപിക്കും എന്നാണ്. ഇത് പറഞ്ഞു തീർത്തില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുവാനാണ് സാധ്യത. കൃഷ്ണ, റീജിത്ത്.